വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2000 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. 3 മാർക്സിന്റെ ക്വസ്റ്റ്യനാണ്. അശ്വിൻ ആൻഡ് നേഹ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ ഓഫ് 5:3. Sachu is admitted as a new partner for 1/4 share in profits. He should bring in rupees 75,000 as capital and his share of goodwill rupees 40,000. നമ്മളോട് ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? ആരൊക്കെയാണ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്? അശ്വിനും നേഹയാണ് പാർട്ട്നേഴ്സ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3 ആണ്. പുതിയ പാർട്ട്ണർ സച്ചു ആണ്. സച്ചുവിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? 1/4 ഷെയർ ആണ്. ഇപ്പോൾ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. പുതിയ പാർട്ട്ണറുടെ ഷെയറും തന്നു കഴിയുമ്പോൾ സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 5:3 തന്നെയാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന 40,000 എന്ത് ചെയ്യണം? 5:3 ഓൾഡ് പാർട്ട്നേഴ്സിന് അപ്പോർഷൻ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ ഗുഡ്വിൽ അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 5:3 ആണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഗീവ് നെസസറി ജേണൽ എൻട്രീസ്. അപ്പൊ നമുക്ക് ആദ്യം ജേണൽ എൻട്രി എഴുതാം. ഇപ്പൊ ജേണലിന്റെ ഫോർമാറ്റ്, ജേണലിന് ഹെഡിങ് കൊടുക്കാം, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. അപ്പൊ ഫസ്റ്റ് ജേണൽ എൻട്രി വരുന്നത് പുതിയ പാർട്ട്ണർ സച്ചു ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. അപ്പൊ നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സച്ചൂസ് ക്യാപിറ്റൽ ഓർ സച്ചൂസ് ക്യാപിറ്റൽ, ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. സച്ചൂസ് ക്യാപിറ്റൽ. ഇപ്പൊ ക്രെഡിറ്റ് എഴുതുമ്പോൾ അല്പം നീക്കി വേണം എഴുതാനായിട്ട്. ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഡെബിറ്റ് സൈഡിൽ നമുക്ക് എമൗണ്ട് എഴുതണം. അതായത് ഡെബിറ്റ് കോളത്തിൽ എഴുതണം 75,000. ദെൻ ക്രെഡിറ്റിന്റെ നേരെ 75,000 എഴുതി. നരേഷൻ എഴുതാം. സച്ചു ബ്രിങ്സ് ക്യാപിറ്റൽ. ആ ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ബ്രിങ്സ് ക്യാപിറ്റൽ. ഇപ്പൊ നരേഷൻ എഴുതുമ്പോൾ ഇവിടെ ബീയിങ് എഴുതാം, ടു എഴുതാം, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ദെൻ രണ്ടാമത്തേത് സച്ചു ഗുഡ് വിൽ കൊണ്ടുവരുന്നു. അപ്പൊ അതിനുള്ള ജേണൽ എൻട്രി ആണ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വിൽ ഓർ ഗുഡ് വിൽ പ്രീമിയം. ഗുഡ് വിൽ എഴുതാം, അല്ലെങ്കിൽ ഗുഡ് വിൽ പ്രീമിയം എന്ന് എഴുതാം. നരേഷൻ എഴുതാം നമുക്ക് ഗുഡ് വിൽ ബ്രോട്ട് ബൈ സച്ചു. ദെൻ അടുത്ത എൻട്രി, ഈ ഗുഡ് വില്ലിന് എന്ത് ചെയ്യണം? പഴയ പാർട്ട്നേഴ്സിന് അശ്വിനും നേഹയ്ക്കും സാക്രിഫൈസിംഗ് റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്തു കൊടുക്കണം. അപ്പൊ അതിനുള്ള ജേണൽ എൻട്രി ആണ് വരിക. ഗുഡ് വിൽ പ്രീമിയം അക്കൗണ്ട് ഡേറ്റർ ടു അശ്വിൻസ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ടു നേഹാസ് ക്യാപിറ്റൽ. അപ്പോർഷൻ ചെയ്യേണ്ട റേഷ്യോ എന്ന് പറയുന്നത് ഈ 40,000, അതായത് ഗുഡ് വില്ലിന്റെ എമൗണ്ട് നമ്മൾ എഴുതിയിരിക്കുന്നത് 40,000 ആണ്. ഈ 40,000 നമുക്ക് 5:3 അപ്പോർഷൻ ചെയ്തു കൊടുക്കണം. അപ്പൊ അശ്വിന് കിട്ടുന്നത് എത്രയാണ്? 40,000 ഇൻറ്റു 5/8. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടും അശ്വിന്റെ ക്യാപിറ്റല് 25,000. ദെൻ നേഹയുടെ ക്യാപിറ്റൽ വരുമ്പോൾ 40,000 ഇൻറ്റു 3/8 നമുക്ക് 15,000 എന്ന് കിട്ടും. ഗുഡ് വിൽ പ്രീമിയത്തിന്റെ നേരെ 40,000 എന്ന് കൊടുക്കാം. നരേഷൻ എഴുതാം ഗുഡ് വിൽ ഷെയർഡ് ബൈ ഓൾഡ് പാർട്ട്നേഴ്സ്.
നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെയുള്ള സെയിം ക്വസ്റ്റ്യൻ മാർച്ച് 2021 ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Abhinav and Adarsh are partners in a firm sharing profits and losses in the ratio 5:3. അപ്പോൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അഭിനവും ആദർശും ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3. അനന്യ ഈസ് അഡ്മിറ്റഡ് ഇൻ ദി ഫേം ഫോർ 1/5 ഷെയർ ഓഫ് പ്രോഫിറ്റ്സ്. അപ്പോൾ പുതിയ പാർട്ട്ണർ അനന്യയുടെ ഷെയർ 1/5 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 5:3 തന്നെയാണ്. കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷീ ഹാസ് ടു ബ്രിങ് ഇൻ ₹20,000 ആസ് ക്യാപിറ്റൽ ആൻഡ് ₹4,000 ആസ് ഹെർ ഷെയർ ഓഫ് ഗുഡ് വിൽ. അപ്പൊ 20,000 ക്യാപിറ്റൽ കൊണ്ടുവരുന്നു, 4,000 ഗുഡ് വിൽ കൊണ്ടുവരുന്നു. അതിനുള്ള ജേണൽ എൻട്രി ആണ് നമ്മളോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഗിവ് ദി നെസസറി ജേണൽ എൻട്രീസ് ഇഫ് ദി എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഈസ് റിട്ടേൺഡ് ഇൻ ബിസിനസ്. ബിസിനസ്സിൽ ഗുഡ് വിൽ റിട്ടേൺ ചെയ്യാണ്. അപ്പൊ അതിനുള്ള ജേണൽ എൻട്രി നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ, അതേ എമൗണ്ട് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. നമുക്ക് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എഴുതണം അനന്യ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ജേണൽ എൻട്രി 20,000 ആണ് ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അനന്യാസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അനന്യാസ് ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് 20,000. Then narration being Ananya brings capital. Then രണ്ടാമത്തേത് അനന്യ 4,000 ഗുഡ് വിൽ കൊണ്ടുവന്നു. അപ്പൊ ജേണൽ എൻട്രി എഴുതാം: ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വിൽ അക്കൗണ്ട്. ദെൻ നരേഷൻ കൊടുക്കണം. ദെൻ നമുക്ക് എത്രയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഗുഡ് വിൽ 4,000 ആണ്. ഈ ഗുഡ് വില്ലിനെ എന്ത് ചെയ്യണം? സാക്രിഫൈസിംഗ് റേഷ്യോയിൽ വിധിച്ചു കൊടുക്കണം. അപ്പൊ അതിനുള്ള ജേണൽ എൻട്രി ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ $4,000 to Amala's capital, to Abhinav's capital നമുക്ക് എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? 4,000 into 5/8. നമുക്കപ്പോൾ ഇവിടെ കിട്ടുന്നത് 2,500 കിട്ടും. Then to others capital $4,000 into 3/8 1,500 കിട്ടി. ഇങ്ങനെയാണ് നമുക്ക് ഈ പ്രോബ്ലം ആൻസർ ചെയ്യേണ്ടത്. 3 മാർക്കിന്റെ അല്ലെങ്കിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് സാധാരണ ചോദിക്കുന്നതാണ്.